എല്ലാവർക്കും നമസ്കാരം. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമുള്ളതും എന്നാൽ ആർക്കും തന്നെ അറിയില്ലാത്തതും അല്ലെങ്കിൽ ആർക്കും തന്നെ സാധിക്കാത്തതുമായ ഒരു വിഷയത്തെ പറ്റിയാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ വിദ്യ അറിയാത്തതാണ് നമ്മളുടെ ജീവിതത്തിലുണ്ടാകുന്ന 99% ദുഃഖങ്ങൾക്കും പ്രശ്നങ്ങൾക്കും കാരണമാകുന്നത് എന്നുള്ളതാണ്. എന്നുവെച്ചാൽ ഈ വിദ്യ നമ്മൾ സ്വായത്തമാക്കിയാൽ നമ്മളുടെ ജീവിതത്തിലെ 99% പ്രശ്നങ്ങൾക്കും പരിഹാരമാവും എന്നുള്ളതാണ്. എന്നാൽ ഈ വിദ്യ അറിയാൻ നമ്മളോട്ട് ശ്രമിക്കാറുമില്ല. എവിടെയെങ്കിലും ആരെങ്കിലും പറഞ്ഞു കേട്ടാൽ അതിൻ്റെ ഗൗരവത്തെപ്പറ്റി നമ്മളോട്ട് മനസ്സിലാക്കാറുമില്ല എന്നുള്ളതാണ് ദുഃഖകരമായ സത്യം. അത് മറ്റൊന്നുമല്ല, നമ്മളുടെ സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കേണ്ട വിദ്യയാണ് നമുക്ക് വശമില്ലാത്തത്. എന്നാൽ മിക്ക ആളുകൾക്കും തൻ്റെ വീട് നിയന്ത്രിക്കാൻ അറിയാം, അച്ഛനെയും അമ്മയെ നിയന്ത്രിക്കാൻ അറിയാം, മക്കളെ നിയന്ത്രിക്കാൻ അറിയാം, ഭാര്യയെ നിയന്ത്രിക്കാൻ അറിയാം, ഭർത്താവിനെ നിയന്ത്രിക്കാൻ അറിയാം, ഫ്രണ്ട്സിനെയൊക്കെ നിയന്ത്രിക്കാൻ അറിയാം, ജോലി സ്ഥലത്തെ ആളുകളെയൊക്കെ നിയന്ത്രിക്കാൻ അറിയാം, എന്തിന് അയൽപക്കത്തെ ആളുകളെ പോലും നിയന്ത്രിക്കാൻ നമുക്ക് അറിയാം എന്നുള്ളതാണ് വസ്തുത. പക്ഷേ സ്വന്തം മനസ്സിനെ മാത്രം നിയന്ത്രിക്കാൻ നമുക്കറിയില്ല. അതിങ്ങനെ ചരട് പൊട്ടിയ പട്ടം പോലെ പറന്നു നടക്കുന്നു. ഇത്രയുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്ന മനുഷ്യൻ ഈ ഒരു കാര്യത്തിൽ തോറ്റുപോകുന്നു എന്നുള്ളതാണ്. ഏത് കാര്യത്തിൽ? മനോനിയന്ത്രണം എന്ന കാര്യത്തിൽ ദയനീയമായി പരാജയപ്പെട്ടു പോകുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ മനസ്സിനെ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ മനോനിയന്ത്രണത്തിൻ്റെ കാര്യത്തിൽ തോറ്റുപോകുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതിന് കാരണം മറ്റൊന്നുമല്ല, മനസ്സിനെ മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്നുവെച്ചാൽ മനസ്സിനെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ അതിനെ നിയന്ത്രിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഇതാണ് പലർക്കും അറിയാത്ത രഹസ്യം. ആദ്യം മനസ്സിനെ മനസ്സിലാക്കണം, അതിനെക്കുറിച്ച് പഠിക്കണം, എന്നിട്ട് വേണം അതിനെ നിയന്ത്രിക്കാൻ. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, കപ്പൽ എന്താണ് എന്ന് അറിയാത്ത ഒരാളോട് കപ്പൽ ഓടിക്കാൻ അറിയാമോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഒരുപക്ഷെ നോക്കാം എന്ന് മറുപടി പറയും. പക്ഷേ കപ്പലിനെ കാണുമ്പോഴായിരിക്കും അയാൾ ഞെട്ടിപ്പോവുക. കാരണം ഇത് ഇത്രയും വലുപ്പമുള്ള ഒന്നാണ് എന്ന് ദൂരെ നിന്നും മാത്രം കപ്പലിനെ നോക്കി കണ്ടിട്ടുള്ള ആ പാവത്തിന് അറിയില്ലായിരുന്നു. ഇതുപോലെ തന്നെയാണ് മനസ്സിൻ്റെ വലുപ്പം, മനസ്സിൻ്റെ പ്രകൃതം, അതിൻ്റെ പ്രവർത്തന രീതികൾ, ഇവയൊക്കെ മനസ്സിലാക്കാതെ അതിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത്. അത്രയും വലുപ്പമുള്ള ആനയെ നിയന്ത്രിക്കുന്ന പാപ്പാന് പോലും സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കാൻ അറിയില്ല എന്നുള്ളതാണ്. ശരിക്കും ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, നമ്മുടെ ചിന്താശേഷിയെ അല്ലെങ്കിൽ ചിന്തകളുടെ കൂമ്പാരങ്ങളെ വിളിക്കുന്ന പേരാണ് മനസ്സ് എന്ന് പറയുന്നത്. ചിന്തയില്ല എങ്കിൽ മനസ്സില്ല. അപ്പോൾ ചിന്തകളെ ഇല്ലാതാക്കുക എന്ന് പറയുന്നത് മനസ്സിനെ ഇല്ലാതാക്കുക എന്ന് പറയുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ചിന്തകളെ ഇല്ലാതാക്കാൻ ശ്രമിക്കരുത്. അതാണ് പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. ചിന്തകളെ ഇല്ലാതാക്കുകയാണ് വേണ്ടതെന്ന്. എന്നാൽ ശരിക്കും വേണ്ടത് ചിന്തകളെ നിയന്ത്രിക്കുക അല്ലെങ്കിൽ വഴിതിരിച്ചു വിടുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് തനിക്കും മറ്റുള്ളവർക്കും ഗുണകരമല്ലാത്ത രീതിയിലാണെങ്കിൽ അതിനെ തനിക്കും മറ്റുള്ളവർക്കും ഉപകാരപ്രദമാവുന്ന രീതിയിലേക്ക് വഴിതിരിച്ചു വിടുക എന്നുള്ളതാണ്. ഈ പ്രക്രിയയുടെ പേരാണ് മനോനിയന്ത്രണം എന്നത്. എന്ന് വെച്ചാൽ കുതിരവണ്ടിയെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ പിടിച്ച് കെട്ടിയിടുക എന്നല്ലല്ലോ അർത്ഥം. അതിനെ നിയന്ത്രിച്ച് ആസ്വദിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക എന്നല്ലേ? അതുപോലെ തന്നെയാണ് മനസ്സിനെ നിയന്ത്രിക്കലും. എന്ന് വെച്ചാൽ ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് ചിന്തകളെ നിയന്ത്രിക്കേണ്ടത് എന്നർത്ഥം. എന്നാൽ എന്ത് ചിന്തിക്കണം എന്നുള്ളതാണ് നമ്മൾ നിയന്ത്രിക്കേണ്ടത്, നമ്മളുടെ നിയന്ത്രണത്തിന് കീഴിലാക്കേണ്ടത്. അതിനു പകരം പലരും പറയും പോലെ ചിന്തകളെ ഇല്ലാതാക്കാനല്ല ശ്രമിക്കേണ്ടത്. അതിന് നമുക്ക് സാധിക്കില്ല എന്ന് തിരിച്ചറിയണം. പക്ഷേ എന്ത് ചിന്തിക്കണം എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ അതിൽ വേണം നമ്മൾ പരിശീലനം നേടുവാൻ. നമ്മുടെ മനസ്സിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നറിയാമോ? അതിന് സ്പീഡ് വളരെ കൂടുതലാണ്, പക്ഷേ അതിന് കൺട്രോൾ കുറവുമാണ്. അപ്പോൾ നമുക്ക് എന്താണ് ആവശ്യം? ചിന്തകളുടെ സ്പീഡ് കുറച്ച് മനസ്സിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, എന്തുകൊണ്ടാണ് എൻ്റെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ എനിക്ക് സാധിക്കാത്തത് എന്ന്. അതിന് കാരണം മറ്റൊന്നുമല്ല, മനസ്സ് വിരിച്ചിരിക്കുന്ന ഒരു വലയിൽ നമ്മൾ കുരുങ്ങിക്കിടക്കുകയാണ് എന്നുള്ളതാണ്. അത്തരത്തിലൊരു സാഹചര്യത്തിൽ നമ്മളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. കാരണം നമ്മൾ ആ മനസ്സ് വിരിച്ച വലയിൽ കുരുങ്ങിക്കിടക്കുകയല്ലേ. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്കത് എളുപ്പത്തിൽ മനസ്സിലാവും. എന്ന് വെച്ചാൽ, നിങ്ങൾ പതിവായി നിങ്ങളുടെ ഒരു ജോലിക്കാരൻ കൊണ്ടുവരുന്ന മയക്ക
മയക്കുമരുന്നോ മദ്യമോ അതുപോലുള്ള എന്തെങ്കിലും ഒരു സാധനം അയാളോടൊപ്പം ഇരുന്ന് ഉപയോഗിച്ച് ശീലിച്ച് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വിചാരിക്കുക. നിങ്ങൾ ഇരുവരും ചേർന്ന് അത്തരത്തിലുള്ള ആസ്വാദനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ അവസ്ഥയിൽ നിങ്ങൾക്ക് ആ ജോലിക്കാരൻ്റെ മേൽ വലിയ നിയന്ത്രണം ഉണ്ടാവുമോ, അധികാരമുണ്ടാവുമോ? ആ ജോലിക്കാരനെ നിയന്ത്രിക്കാൻ അയാളെ വഴക്ക് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ശിക്ഷണ നടപടി അയാൾക്കെതിരെ സ്വീകരിക്കാനുള്ള ധൈര്യം നിങ്ങൾക്ക് ഉണ്ടാവില്ല. അതിന് കാരണം മറ്റൊന്നുമല്ല, ആ ജോലിക്കാരൻ്റെ ഒപ്പം അയാൾ കൊണ്ടുവരുന്ന ആ മദ്യവും മയക്കുമരുന്നും ഒക്കെ ഉപയോഗിച്ച് കിട്ടുന്ന ആ ആസ്വാദനത്തിൽ നിങ്ങൾ അഡിക്റ്റായി പോയി എന്നുള്ളതാണ്. മാത്രവുമല്ല, അയാളെ പിണക്കാനുള്ള ഭയവും ഉണ്ടാവും. ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ നിങ്ങൾക്ക് അയാളെ നിങ്ങളുടെ മുതലാളിയായി കാണേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ നമ്മളുടെ മനസ്സുണ്ടാക്കുന്ന ചില മയക്ക് പണികളിൽ നമ്മൾ ആത്മാക്കൾ കുരുങ്ങിപ്പോകുന്നതിനാൽ ആത്മാവിന് മനസ്സിന് മേലെയുള്ള നിയന്ത്രണം നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. കാരണം നമ്മുടെ മനസ്സ് വിവിധ തരത്തിലുള്ള ആസ്വാദനങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചു തരികയാണ്. പിന്നെ എന്തിനാണ് ഇതൊക്കെ ഞാൻ വേണ്ടെന്ന് വെക്കേണ്ടത് എന്നുള്ള ചോദ്യം അവിടെ ഉയർന്നു വരും. പക്ഷേ ആ ആസ്വാദനങ്ങൾ വെറും മായയാണെന്നും അത് നമ്മളുടെ ആത്മാവിൻ്റെ ശക്തിയെ ക്ഷയിപ്പിക്കുകയാണ് എന്നും നമ്മൾ തിരിച്ചറിയണം. എന്ന് വെച്ചാൽ നമുക്ക് ലഭിക്കുന്ന ആ ആസ്വാദനങ്ങൾ മയക്കുമരുന്ന് പോലെയാണെന്നും അത് ശരീരത്തെ ക്ഷയിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ആത്മാവിനെയും ക്ഷയിപ്പിക്കുന്നുണ്ട് എന്നും നമ്മൾ തിരിച്ചറിയണം. അതുപോലെ തന്നെ മനസ്സുകൊണ്ടുവരുന്ന ചിന്തകളാവുന്ന മയക്കുമരുന്നുകളെ ഉപയോഗിക്കുന്ന ഒരു വ്യക്തി ആത്മാവിൻ്റെ ആരോഗ്യത്തെ ഹാനികരമായി ബാധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യം വേണ്ടത് ജോലിക്കാരനെ ജോലിക്കാരൻ്റെ സ്ഥാനത്ത് നിർത്തുക എന്നുള്ളതാണ്. നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ വെറുമൊരു ജോലിക്കാരനാണ്. ആത്മാവിൻ്റെ 3 ജോലിക്കാരിൽ ഒരാൾ മാത്രമാണ് മനസ്സ് എന്ന് പറയുന്നത്. മനസ്സ്, ബുദ്ധി, സംസ്കാരം എന്നിവയാണ് നമ്മുടെ ആത്മാവിൻ്റെ 3 ജോലിക്കാർ. ഈ 3 പേരെയും ഒരുമിച്ച് നിർത്താൻ ആത്മാവിന് സാധിക്കണം എന്നുള്ളതാണ്. മനോനിയന്ത്രണത്തിൽ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഇന്ദ്രിയങ്ങളും മനസ്സും ചേർന്നുണ്ടാക്കുന്ന മാലിന്യം നിറഞ്ഞ ശീലങ്ങളെ അവസാനിപ്പിക്കണം എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങളിൽ സദാ വ്യാപരിക്കുവാൻ നമ്മളുടെ മനസ്സിനെ അനുവദിക്കരുത്. കണ്ണിലൂടെ നമ്മുടെ മനസ്സ് പ്രവർത്തിക്കുന്നു, നമ്മളുടെ നാവിലൂടെ നമ്മുടെ മനസ്സ് പ്രവർത്തിക്കുന്നു, കാതിലൂടെയും മൂക്കിലൂടെയും നമ്മുടെ മനസ്സ് പ്രവർത്തിക്കുന്നു, കൈകാലുകളിലൂടെ നമ്മുടെ മനസ്സ് പ്രവർത്തിക്കുന്നു. മനസ്സാണ് ഇതൊക്കെ ചെയ്യിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ഇന്ദ്രിയങ്ങളെ, ആത്മാവിനുള്ളിലെ മനസ്സെന്ന് പറയുന്ന ശക്തി ഈ അവയവങ്ങളെ നിയന്ത്രിക്കുന്നു. ആത്മാവ് തന്നെയാണ് നിയന്ത്രിക്കുന്നത്, പക്ഷേ മനസ്സിനെയാണ് അത് ആ ജോലി ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് കാണാൻ ഇപ്പോൾ മനസ്സില്ല, എനിക്ക് കേൾക്കാൻ മനസ്സില്ല, എനിക്ക് പോകാൻ മനസ്സില്ല എന്നൊക്കെ നമ്മൾ പറയുന്നത്. അതല്ലാതെ കാണാൻ കണ്ണില്ല, കേൾക്കാൻ കാതില്ല, പോകാൻ കാലുകളില്ല എന്നൊന്നുമല്ലല്ലോ നമ്മൾ പറയാറ്. പോകാൻ മനസ്സില്ല എന്നല്ലേ. അപ്പോൾ എന്ത് ചെയ്യണമെങ്കിലും ആ അവയവത്തിൻ്റെ കൂടെ മനസ്സ് ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പോഴേ അതിന് പ്രവർത്തിക്കാൻ കഴിയൂ എന്നർത്ഥം. എന്നാൽ ഈ മനസ്സ് ബുദ്ധിയുടെ മേൽക്കോയ്മ ഇല്ലാതെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുമ്പോഴാണ് അത് വ്യതിചലിച്ചു പോകുന്നത്. അപ്പോൾ പിന്നെ അവിടെ എന്താണ് വേണ്ടത്? മനസ്സ് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുമ്പോൾ അതിൽ ബുദ്ധിയുടെ ഒരു മേൽനോട്ടം വേണം എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ബുദ്ധിയുടെയും വിവേകത്തിൻ്റെയും ഒരു ഉൾബോധം നമ്മളുടെ ഉള്ളിൽ എപ്പോഴും വേണം എന്നർത്ഥം. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ഒരു പണി സൈറ്റിൽ ഒരു എഞ്ചിനീയറുടെ സാന്നിധ്യത്തിൽ മേസ്തിരി ജോലിക്കാരെ നിയന്ത്രിക്കുന്നത് പോലെ ബുദ്ധിയുടെ സാന്നിധ്യത്തിൽ മനസ്സ് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം. അപ്പോൾ സ്വാഭാവികമായും ആത്മാവ് സന്തുഷ്ടനായിരിക്കും എന്നർത്ഥം. അപ്പോൾ മനസ്സിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി ആദ്യം തന്നെ ബുദ്ധിയെ ശക്തിപ്പെടുത്തുകയാണ് വേണ്ടത് എന്നാണ് അർത്ഥം. അതിന് എന്താണ് വേണ്ടത്? അറിവും ജ്ഞാനവും സമ്പാദിച്ചുകൊണ്ടേയിരിക്കുക. കാരണം ജ്ഞാനം ബുദ്ധിക്ക് ശക്തി നൽകുന്ന ഒരു സംഗതിയാണ്. മനസ്സിൻ്റെ ശക്തി ഭാവനയാണ്, ബുദ്ധിയുടെ ശക്തി അറിവാണ് എന്നുള്ളതാണ്. ഇത് ശരിയായ അളവിൽ പ്രയോഗിച്ചു തുടങ്ങുമ്പോൾ മനസ്സ് മെല്ലെ ശാന്തമാകാൻ തുടങ്ങും എന്നുള്ളതാണ്. ആദ്യം നിങ്ങൾ മനസ്സിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോൾ അത് കൂടുതൽ പ്രക്ഷുബ്ധമാവും കേട്ടോ. കാരണം അത് ശീലമില്ലല്ലോ. ഇത്രയും കാലം ആരും എന്നെ നിയന്ത്രിക്കാൻ വേണ്ടി വന്നിട്ടില്ലല്ലോ, പെട്ടെന്നെന്താ ഇത്തരത്തിലൊരു ഇടപാട് എന്നൊരു ഭാവം അതിന് ഉടലെടുക്കും. തെരുവിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന ഒരു നായയെ പെട്ടെന്നൊരു ദിവസം പിടിച്ച് കെട്ടിയിട്ട് വളർത്താൻ ശ്രമിച്ചാൽ എന്താണ് സംഭവിക്കുക? അത് അടങ്ങി നിൽക്കുമോ? ഇല്ലല്ലോ. ബഹളം വയ്ക്കുകയും പരാക്രമങ്ങൾ കാട്ടിക്കൂട്ടുകയും ചെയ്യില്ലേ? അതുപോലെ തന്നെയാണ് മനസ്സിൻ്റെ കാര്യവും.
അതുകൊണ്ടാണ് മനസ്സിനെ നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായി മെഡിറ്റേഷനൊക്കെ പരിശീലിച്ച് തുടങ്ങുന്ന ആൾ കുറച്ചു കാലത്തേക്ക് തുടക്കത്തിൽ കുറച്ചൊക്കെ അസ്വസ്ഥമായി കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ മനസ്സിനെ ആദ്യം തന്നെ നിങ്ങൾ പിടിച്ച് കെട്ടിയിടാൻ ശ്രമിക്കരുത്. മനസ്സിനെ പിടിച്ച് കെട്ടിയിടാൻ പോവുകയാണ്, അതിൻ്റെ മേൽ നിയന്ത്രണം കൊണ്ടുവരാൻ പോവുകയാണെന്ന് അതിന് തോന്നാനേ പാടില്ല. അതുകൊണ്ടാണ് പറയുന്നത് മനസ്സിനെ പിടിച്ച് കെട്ടിയിടാൻ ശ്രമിക്കരുത്, അതിനെ വഴിതിരിച്ചു കൊണ്ടുപോകാനേ ശ്രമിക്കാവൂ എന്ന്. അത്തരത്തിൽ അലഞ്ഞ് തിരിഞ്ഞ് നടന്നിരുന്ന ഒരു നായയെ പിടിച്ച് കെട്ടി മെരുക്കാനുള്ള ചില സ്റ്റെപ്സ് ഞാൻ പറഞ്ഞു തരാം. അത് മറ്റൊന്നുമല്ല, ആദ്യം അതിൻ്റെ കഴുത്തിൽ മെല്ലെ ചങ്ങലയിടുക. പക്ഷേ ആ ചങ്ങല എവിടെയും ബന്ധിച്ചിടരുത്, കെട്ടിയിടരുത്. പകരം ആ ചങ്ങലയുടെ ഒരറ്റം നിങ്ങളുടെ കയ്യിൽ പിടിച്ച് അത് പോകുന്നയിടത്തേക്കൊക്കെ പോവുക. ചങ്ങലയുടെ ഒരറ്റം നമ്മളുടെ കയ്യിൽ ഉണ്ടായിക്കോട്ടെ, പക്ഷേ അതിന് കുറച്ച് ഫ്രീഡം കൊടുക്കുക ആദ്യം. പിന്നെ മെല്ലെ മെല്ലെ ആ ചങ്ങല നിങ്ങളുടെ കയ്യിൽ പിടിച്ച് നിങ്ങൾ പോകുന്നിടത്തേക്ക് അതിനെ കൊണ്ടുവരാൻ ശീലിപ്പിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ആദ്യം അത് നിങ്ങളെയും വലിച്ചു കൊണ്ട് പോകുമായിരിക്കും. അപ്പോൾ കുറച്ചൊക്കെ അതിന് വഴങ്ങിക്കൊടുക്കുക. പിന്നെ തന്ത്രപൂർവം മെല്ലെ മെല്ലെ നിങ്ങൾ പോകുന്നിടത്തേക്ക് അതിനെ വലിച്ചുകൊണ്ട് പോവുക. അങ്ങനെ നിങ്ങൾ അതിനെ വീട്ടിലെത്തിച്ച് നിങ്ങളുടെ വീടിനെയും വീട്ടിലുള്ള ആളുകളെയും ഒക്കെ അതിനെ കാണിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് നടത്തിച്ച് അതിനൊരു പരിചയം വരുത്തി അങ്ങനെ ശീലിപ്പിച്ച് ഒരു ദിവസം അതിനെ പിടിച്ച് കെട്ടിയിടുക. അങ്ങനെ തന്ത്രപരമായി ഘട്ടം ഘട്ടമായി പിടിച്ച് കെട്ടിയിട്ടാൽ അത് വലിയ ബഹളം വയ്ക്കില്ല എന്നുള്ളതാണ്. ഇതുപോലെ തന്നെ വേണം നമ്മുടെ മനസ്സിനെയും മെരുക്കാൻ. അതിനായി ആദ്യം നിങ്ങളുടെ ശ്വാസത്തിൽ ശ്രദ്ധിച്ച് കുറച്ച് ശ്വസന വ്യായാമങ്ങളും പ്രാണായാമങ്ങളൊക്കെ പരിശീലിക്കുക. മെല്ലെ മെല്ലെ മെഡിറ്റേഷനിലേക്ക് തിരിയുക. മൈൻഡ്ഫുൾനെസ് പരിശീലിക്കുക. പ്രസൻറ്റ് മൊമെൻറ്റിൽ ശ്രദ്ധിച്ച് അതിൽ ആനന്ദിച്ച് ജീവിക്കാൻ പരിശീലിക്കുക. നിങ്ങളുടെ ചിന്തകളുടെ മേൽ എപ്പോഴും ഒരു ശ്രദ്ധ വയ്ക്കുക. ധാരാളം നല്ല നല്ല ബുക്കുകൾ വായിക്കുക. പരമാവധി മറ്റ് ബഹളങ്ങളിൽ നിന്നൊക്കെ മാറി സ്വസ്ഥമായി കുറേ അധികം സമയം ഇരിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ നിലവിലുള്ള സൗഹൃദ വലയത്തെ നിരീക്ഷിച്ച് അതിൽ തള്ളേണ്ടതിനെ തള്ളുകയും കൊള്ളേണ്ടതിനെ കൊള്ളുകയും ചെയ്യുക. നല്ല ഒരു സത്സംഗം സൃഷ്ടിച്ചെടുക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സ് മെല്ലെ മെല്ലെ നിങ്ങളുടെ വഴിക്ക് വരികയും നിങ്ങളുടെ നിയന്ത്രണത്തിലാവുകയും അത് നേർവഴിയിലൂടെ സഞ്ചരിക്കാൻ ആരംഭിക്കുകയും നിങ്ങളുമായി നല്ല സൗഹൃദത്തിലാവുകയും പൂർണ്ണമായും നിങ്ങളുടെ നിയന്ത്രണത്തിലാവുകയും ചെയ്യും എന്നുള്ളതാണ്. ഇത്തരത്തിൽ മനസ്സിനെ നിയന്ത്രണത്തിലാക്കി ജീവിതം ഒരു പുതിയ വഴിത്താരയിലേക്ക് നീക്കാൻ എല്ലാ ആളുകൾക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. ഈ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ മറ്റാളുകൾ കൂടി ഉപകാരപ്പെടുന്നതിന് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്തരത്തിലുള്ള വീഡിയോകൾ വീണ്ടും ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം കാണും വരെ നന്ദി, നമസ്കാരം.